അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു പച്ച വീട്ടിലെ വിശേഷങ്ങൾ. ഇത് ഞങ്ങളുടെ കാശ്മീർ ട്രിപ്പിൻ്റെ ഡേ 2 വിശേഷങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ പോകുന്നത് സോനാമാർഗ് എന്നുള്ള സ്ഥലത്തേക്കാണ്. അപ്പോൾ സോനാമാർഗിലേക്ക് പോകുന്ന വഴികളാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സോനാമാർഗ് പോകുന്ന വഴി നല്ല സ്നോഫോൾ ഉള്ളൊരു വഴിയാണ്. അപ്പോൾ പലപ്പോഴും സ്നോഫോൾ കൂടിയിട്ട് റോഡ് ബ്ലോക്ക് ആവാറുണ്ട്. അപ്പോൾ റോഡ് ക്ലിയർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ അതിനൊക്കെ ഭയങ്കര കാശ് ചിലവായതുകൊണ്ട് ഇപ്പോൾ അവർ ഉണ്ടാക്കിയൊരു ടണലാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ ഇനി കാണാൻ പറ്റും. ആ ടണലിൻ്റെ പേരാണ് സോനാമാർഗ് ടണൽ. ശരിക്കും ആ വഴിയുടെ ഒരു ഷേപ്പ് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റർ സെഡിൻ്റെ ഷേപ്പാണ്. അതുകൊണ്ട് ആദ്യം അതിനെ സെഡ്മോർഫ് എന്നാണ് പേരിട്ടത്. പിന്നെ സെഡ്മോർഫ് ടണൽ എന്നും പറയും, സോനാമാർഗ് ടണൽ എന്നും പറയും. ഇത് ഓൾമോസ്റ്റ് 6.5 കിലോമീറ്റർ നീളമുള്ള ടണലാണ്. 15 മിനിറ്റ് ഡ്രൈവാണ് നമുക്ക് ആ ടണലിലൂടെ വേണ്ടി വരിക. ഇത് 2 സ്ഥലങ്ങളെ തമ്മിലാണ് കണക്ട് ചെയ്യണത്, ഗഗൻഗീറും സോനാമാർഗും. അപ്പോൾ പണ്ട് മണിക്കൂറുകളോട് യാത്ര ചെയ്തിട്ടാണ് ഈ സോനാമാർഗിൽ നമ്മൾ എത്തിയിരുന്നത്. ഇപ്പോൾ വെറും 15 മിനിറ്റ് മതി ഈ ഒരു ടണൽ വന്നതിന് ശേഷം. അപ്പോൾ ഈ ടണലിൻ്റെ 2 സൈഡിലും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ പലരും ആ ടണലിൽ കയറുന്നതിന് മുന്നേ അവിടെ നിർത്തി ഫോട്ടോ എടുക്കുന്നത് കാണാം. പക്ഷേ ക്രോസ് ചെയ്യാനോ അവിടുത്തെ പണിയുടെ അവിടേക്ക് വരാനോ നമ്മളവർ അനുവദിക്കില്ല. അങ്ങനെ ഈ ടണലിലൂടെ നമുക്ക് ഒരു 1000 വണ്ടികളൊക്കെ ഒരു സമയത്ത് ആ ടണലിലൂടെ ട്രാവൽ ചെയ്യാമെന്നാണ് അവർ പറയണത്. ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത് 2015 മെയ്യിലാണ്. ഇത് ഓപ്പൺ ആയത് ജനുവരി 13, 2025 ഒരു 2700 കോടിയോളം രൂപയാണ് ഇതിനു വേണ്ടി ചിലവായത്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ ടണലിൻ്റെ വേറൊരു പ്രത്യേകത, സൈന്യങ്ങൾക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടിയന്തര ഘട്ടത്തിൽ ഇതിനൊരു സമാനമായിട്ടുള്ളൊരു പാത അവരുണ്ടാക്കിയിട്ടുണ്ട്. അതൊരു 7.5 മീറ്റർ നീളമുള്ള ആ പാത വഴിയാണ് സൈന്യത്തിന് പോകാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മളും അവിടെ ഇറങ്ങി അതൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ സോനാമാർഗിലെത്തി. സോനാമാർഗിലെത്തുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ -2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അങ്ങനെ സ്നോയിൽ നടക്കണമെങ്കിൽ നമുക്ക് ബൂട്ട്സ് വേണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബൂട്ട്സ് റെൻറ്റിനെടുത്തു. ബൂട്ട്സ് ഒറിജിനൽ ബൂട്ടിൻ്റെ വില 300 രൂപ, റെൻറ്റ് 200 രൂപ. പക്ഷെ നമുക്കതിന് പിന്നെ യൂസ് ഇല്ലല്ലോ. അപ്പോൾ ഒരുപാട് പേര് അതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മുടെ ഗൈഡ് ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോയി. നമ്മൾ അവിടെ നിന്ന് എല്ലാവരും റെൻറ്റിനെടുത്തു. അങ്ങനെ ഈ സോനാമാർഗിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ട്രക്കിംഗ്, ക്യാമ്പിംഗ്, സ്ലെഡ്ജിങ്, സ്കീയിങ്, സ്നോ മൊബൈൽ റൈഡ്, അങ്ങനെ. അപ്പോൾ നമ്മൾ പോയത് സ്നോ മൊബൈൽ റൈഡ് എന്ന് പറയുന്നത് സ്നോ ബൈക്ക് എന്നും പറയാം. ഒരു ബൈക്കിൽ പുറകിലിരുന്നിട്ട് നമുക്ക് കുറച്ച് ദൂരം വരെ ഈ സ്നോയിലൂടെ പോവാം. അത് അറ്റ് എ ടൈം ഐദർ 2 കുട്ടികൾ അല്ലെങ്കിൽ ഒരു അഡൽട്ട് ആൾക്കാണ് ബൈക്കുമ്മേൽ കയറാൻ പറ്റുക. അങ്ങനെ ഞങ്ങൾ അതിലാണ് പോയത്. അവിടെയെല്ലാം നമ്മൾ ബാർഗെയിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് കാശ് കുറച്ച് കിട്ടുള്ളൂ. എല്ലാവരും പല പല റേറ്റുകൾ പറയും. നമ്മൾ പരമാവധി ബാർഗെയിൻ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ പോയി. പക്ഷേ പോയത് എങ്ങനെയാണെങ്കിൽ ഈ പയ്യന്മാർ നല്ല സ്പീഡിലാണ്. അപ്പോൾ നമ്മൾ ശരിക്കും നന്നായി ചാടി തുള്ളിയിട്ടാണ് അവിടെ എത്തുന്നത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. നമ്മൾ സ്നോ ഫസ്റ്റ് കണ്ടതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, പിന്നെ തിരിച്ചിറങ്ങാനായിട്ട് നമുക്ക് ഈ ബൈക്ക് കിട്ടാൻ നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴേക്കും ഈ ടെമ്പറേച്ചർ ഇത്രയാണല്ലോ, നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുകയും ചെയ്തു. കുട്ടികളൊക്കെ ആകെ തണുത്ത് വിറച്ചു. പിന്നെ ഇവിടുത്തെ സ്നോൻ്റെ ഒരു പ്രത്യേകത കണ്ടത്, ഭയങ്കര സ്ലിപ്പറിയാണ്. സ്നോ ശരിക്കും നല്ല ഹാർഡുമാണ്, സ്ലിപ്പറിയാണ്. അതുകൊണ്ട് ഒരു 2 സെക്കൻഡ് പോലും നേരെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. നമ്മൾ വഴുതി വീഴാണ്. നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞു, അധികം വീണ് കഴിഞ്ഞാൽ നമ്മുടെ ടെയിൽ ബോണിന് പ്രശ്നമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന്. അതാണ് സോനാമാർഗിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് ഏത് സീസണിലാണെങ്കിലും സോനാമാർഗിൽ ഗൊണ്ടോളയിലും എപ്പോഴും സ്നോ ഉണ്ടാവും. നമ്മൾ മുകളിലോട്ട് സ്നോ ബൈക്കിൽ പോകുമ്പോൾ ഒരു ഫാമിലി നമ്മളോട് ഓൾറെഡി പറഞ്ഞു, ഫുൾ പേയ്മെൻറ്റ് നിങ്ങൾ താഴത്തുനിന്നേ നടത്തണ്ട. കാരണം പിന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർ ഒരുപാട് നേരം നമ്മളെ വെയിറ്റ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഹാഫ് പേയ്മെൻറ്റ് നടത്തിയാൽ മതി, ബാക്കി കാശ് കിട്ടാനുണ്ടെങ്കിൽ മാത്രമാണ് അവർ നമ്മളെ പെട്ടെന്ന് വന്ന് പിക്ക് ചെയ്യുള്ളൂ. പക്ഷേ അവരൊട്ടും സമ്മതിച്ചില്ല. നമ്മൾ ഫുൾ പേയ്മെൻറ്റ് തന്നെ ചെയ്തു. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്
അത്രയും സമയം നമ്മൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനിടയിൽ അവിടെ ഉള്ള കുറച്ച് പേര് ഇടയിൽ കയറി ലൈനിൽ നിൽക്കുകയും അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പിന്നെ അവരെ നാട്ടിൽ പോയിട്ട് നമ്മളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ മിണ്ടാതെ നിന്നു. അപ്പോൾ സോനാമാർഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കുറച്ച് ഈ നമ്മൾ കയറുന്ന അത്രയും ഭാഗം തന്നെ സ്നോ ഒക്കെ ആകെ എല്ലാവരും കൂടെ ചവിട്ടിക്കൂട്ടി ഇത്തിരി യെല്ലോ കളറിലൊക്കെയാണ് ചിലയിടത്ത് കാണുന്നത്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് കയറി അധികം ആൾക്കാർ കയറി എത്താത്തടത്ത് നല്ല പ്യുവർ സ്നോ നമുക്ക് കാണാം. കയ്യിലൊക്കെ എടുക്കുമ്പോഴേക്കും നമ്മൾ ശരിക്കും ഫ്രീസ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ താമസിച്ചത് ഒരു ബദർ റിസോർട്ട് ആൻഡ് സ്പാ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ്. അവിടെ നിന്നും പുറത്തേക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ യൂഷ്വലി ഏത് ടൂർ പാക്കേജിലും എല്ലാവരും ശ്രീനഗറിൽ തന്നെ ആണ് തിരിച്ചു പോയി സ്റ്റേ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മാത്രം എവിടെയാണോ അന്ന് വിസിറ്റ് ചെയ്യുന്നത് അവിടുത്തെ ഹോട്ടലിലായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് സെപ്പറേറ്റ് ഹോട്ടലായിരുന്നു. അപ്പോൾ ഓരോ ഹോട്ടലിൻ്റെയും അവിടുത്തെ ഫെസിലിറ്റീസ് മാത്രമല്ല അവിടെ നിന്നുള്ള വ്യൂ എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ ഡേ 2 നമ്മുടെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. താങ്ക് യു.